ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈന, ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി വീക്കാണ് ഇന്ന് മോർണിംഗിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ എൻവിഡിയ വീണ്ടും താഴെ പോയിരുന്നു. ഒപ്പം ആൽഫബറ്റ്, ആപ്പിള്, ബ്രോഡ്കോം ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ അടുത്ത ആഴ്ചയിൽ നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് അമേരിക്കയിലെ ഇത്തരത്തിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിന് കാരണം. അതേസമയം എൻവിഡിയനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ലോസ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എൻവിഡിയ സ്റ്റോക്ക് പ്രൈസിലുണ്ട്. ആൽഫബറ്റ് പുതിയ റെക്കോർഡ് ഹൈയിൽ, അതുപോലെ തന്നെ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈയിൽ, ബ്രോഡ്കോം പുതിയ റെക്കോർഡ് ഹൈയിൽ. ഈ മൂന്ന് കമ്പനികളും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പുതിയ റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഇന്ത്യൻ മാർക്കറ്റ് വെള്ളിയാഴ്ച വീക്കായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച സിൽവർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. കോപ്പറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ വീണ്ടും സിൽവർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $57.9 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് 8:45 ട്രേഡ് ചെയ്യുന്നത് $57.3 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ ഗോൾഡും ഇന്ന് ബെറ്റർ ആണ്. $4240 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈയിലാണ് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ മാത്രമാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാത്തത്. തീർച്ചയായിട്ടും കമോഡിറ്റികളെ സംബന്ധിച്ചും ഇന്ന് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള നവംബർ മാസത്തെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ചൈനീസ് എക്കണോമി ഒരു ടേൺ അറൗണ്ട് ആണെന്നുള്ള കാര്യമാണ്. ചൈനീസ് എക്കണോമി മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത് മെറ്റൽസിനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ന് മോർണിംഗിൽ മെറ്റൽ സ്റ്റോക്കുകളിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റെയർ എർത്ത് പോളിസി ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഡിസംബർ 15 അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് RBIയുടെ 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഡിസംബർ 4-5 തീയതികളിൽ പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ധാരാളം എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അതേസമയം ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ ഉയരാതിരിക്കുക, ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരിക, ഒപ്പം ഗോൾഡ് പ്രൈസ് വലിയ രീതിയിൽ ഉയരാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും റുപ്പീനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഓവറോൾ റുപ്പി ഡിപ്രീസിയേഷൻ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിക്ക് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിൻ്റെ വോളറ്റിലിറ്റിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ Q2 GDP ഡാറ്റ അനൗൺസ്മെൻറ്റ് വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷം വന്നിരുന്നു. മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ ദിലീപ് ബിൽകോൺ കഴിഞ്ഞ ആഴ്ചയിൽ 5000 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. വീണ്ടും വെള്ളിയാഴ്ച 879.3 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ആക്മെ സോളാർ, ബൊണ്ടാഡ എഞ്ചിനീയറിംഗ്, LG ഇലക്ട്രോണിക്സ് ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. ഡെക്കാൻ ഗോൾഡ് മൈൻ അഫ്ഗാനിസ്ഥാനിലേക്കും എൻ്റർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രയിൽ അവരുടെ ഗോൾഡ് മൈനിൽ നിന്നുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിർഗിസ്ഥാനിലെ ഗോൾഡ് മൈൻ്റെ ട്രയൽ റണ്ണും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൈറ്റ്സ് ഇഷ്യൂം പ്ലാൻ ചെയ്യുന്നുണ്ട്. NCC 530.7 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. റീഫെക്സിന് വീണ്ടും 32.9 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ക്വിക്ക് ഹീൽ ടെക്നോളജീസ് 64 കോടി രൂപ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡൈനാമിക് കേബിൾസിന് ലേറ്റസ്റ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് പവർ ഗ്രിഡിൽ നിന്ന് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ഡൈനാമിക്കിനെ സംബന്ധിച്ച്. മഹാരാഷ്ട്ര സീംലെസ് 217 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തേജസ് നെറ്റ്വർക്ക് 84.9 കോടി രൂപ ഓർഡർ കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയിൽ നിന്ന് നേടിയിട്ടുണ്ട്.
ഒതം ഇൻവെസ്റ്റ്മെൻറ്റ് 4:1 ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഷെയറിന് 4 ഷെയർ ബോണസാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 3795.72 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 4148.48 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിരിക്കുകയാണ്. ഒപ്പം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ 63 മൂൺസ് ടെക്നോളജീസ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ളത്. NCLT അവരുടെ വൺ ടൈം സെറ്റിൽമെൻറ്റിന് ഉള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. വൺ ടൈം സെറ്റിൽമെൻറ്റിന് ശേഷം ബുക്ക് വാല്യൂ വരുന്നത് 320 ആണ്. അറൗണ്ട് 320 ആണ് ബുക്ക് വാല്യൂ വരുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ വളരെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ കോഫോർജ്, അഗിലിറ്റി ഇന്ത്യ ഈ കമ്പനികളെ സംബന്ധിച്ചും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീറ്റ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെബി ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള റീറ്റ്സിൽ കാണാൻ സാധിക്കും. എംബസി റീറ്റ്സ്, അതുപോലെ തന്നെ ബ്രൂക്സ്ഫീൽഡ് റീറ്റ്സ്, മൈൻഡ് സ്പേസ് റീറ്റ്സ്, നെക്സസ് റീറ്റ്സ്, നോളജ് റിയാലിറ്റി ട്രസ്റ്റ് റീറ്റ്സ് ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ് ഗവൺമെൻറ് ഡിസിഷൻ. അതോടൊപ്പം തന്നെ നമ്മൾ SME സെഗ്മെൻറ്റ് IPO നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആവുന്ന ഒരു IPO ഉണ്ട്. റാവൽ കെയർ ലിമിറ്റഡ് ആണ്. 130 രൂപയാണ് ഇഷ്യൂ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് 3-ാം തീയതി എൻഡ് ചെയ്യാണ്. ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷനാണ് BT, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ സെഗ്മെൻറ്റ് പ്രൊഡക്റ്റുകളൊക്കെ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലിസ്റ്റിങ്ങിന് ശേഷം ഈ കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. UAE, ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, അതുപോലെ തന്നെ സൗദി അറേബ്യ, USA ഈ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നാളെ NSE ഒരു IPO NSE SME ഒരു IPO ഓപ്പൺ ചെയ്യുന്ന നിയോക്കം ബയോ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. ഈ IPO SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള എക്സാറ്റോ ടെക്നോളജീസ് ആദ്യത്തെ ദിവസം തന്നെ 57.65 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഒപ്പം ലോജിസിയൽ സൊല്യൂഷൻസ് 1 ടൈം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച. എക്സാറ്റോ ടെക്നോളജീസ് മിക്കവാറും 100%-ലധികം ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ലോജിസിയൽ സൊല്യൂഷൻസും ലിസ്റ്റിംഗ് ഗെയിം കിട്ടിയേക്കാം. ഒപ്പം ഈ ആഴ്ചയിൽ മെയിൻ ബോർഡ് 3 IPOs വരുന്നുണ്ട്. 3-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുന്നത് 5-ാം തീയതിയാണ്. വിദ്യ വയേഴ്സ് 52 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഏക്കസ് ലിമിറ്റഡ് 124 അപ്പർ പ്രൈസ് ബാൻഡ്. മീഷോ ലിമിറ്റഡ് 111 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 3-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. Q2 GDP ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകളിലെ വൊളാറ്റിലിറ്റി വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ മൈനർ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും റുപ്പി മൂവ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റുപ്പി ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷനിൽ ഒരു പക്ഷേ 90-91 ലെവലിലേക്കൊക്കെ താഴെ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു വൊളാറ്റിലിറ്റി റുപ്പിയുടെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇവൻറ്റുകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ബയാസ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.